ഓക്കെ, ഇത് 2024 CHSL ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് ഒരു സർക്കിളുണ്ട്. ആ സർക്കിള് ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ PQ ആണ്. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ PQ ആണ്. ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O ആണ്. ഇനി പറയുന്നത് ഒരു ടാൻജൻ്റ് ഉണ്ട്. PT എന്ന് പറയുന്ന ഒരു ടാൻജൻ്റ് ഉണ്ട്. അത് സർക്കിളിനെ P എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. സർക്കിളിനെ P എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ടാൻജൻറ്റ്. ഒന്നുകൂടി നമുക്കിത് വരച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇതാണ് ടാൻജൻറ്റ്. ആ സർക്കിളിനെ P എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. ഇനി PT ആണല്ലോ ടാൻജൻറ്റ്, അപ്പം ഞാൻ ഇതിനെ T എന്ന് കൊടുക്കുന്നു. ഇനി അവർ പറയുന്നത് ഒരു സീക്കൻറ്റ്, അതായത് ഇതുപോലെ സീക്കൻറ്റ് QT വരച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് S. ടച്ച് ചെയ്യുന്ന പോയിന്റാണ് S. ഇനി പറയുന്നു ഇഫ് O ആൻഡ് S ആർ ജോയിൻഡ്, Oയും Sഉം ജോയിൻ ചെയ്തു. Oയും Sഉം ജോയിൻ ചെയ്തു. ഓക്കെ, Oയും Sഉം ജോയിൻ ചെയ്തു. ദെൻ SOP, ഈ ഒരു ആംഗിൾ 104 ആണ്. ഈ ഒരു ആംഗിൾ 104 ആണ്. ദെൻ വാട്ട് ഇസ് ദ മെഷർ ഓഫ് PTQ? PTQവിൻ്റെ മെഷറാണ് ചോദിച്ചിരിക്കുന്നത്. PTQ, അതായത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്കറിയാം സർക്കിളും സർക്കിളെ ടച്ച് ചെയ്യുന്ന ടാൻജൻറ്റും റേഡിയസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 90 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ട്രയാങ്കിൾ PTQ എടുത്തു കഴിഞ്ഞാൽ ഒരു ആംഗിൾ 90 ആണ്. then ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആക്ച്വലി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ PS എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ടെങ്കിൽ, PS എന്ന് പറയുന്ന ഒരു കോഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ PS എന്ന് പറയുന്ന കോഡ് സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 104. അങ്ങനെയാണെങ്കിൽ അത് സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളായിരിക്കും PQS. ഓക്കെ, സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 104. അങ്ങനെയാണെങ്കിൽ സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് PQS. നമുക്കറിയാം അങ്ങനത്തെ കേസിൽ സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ നേരെ പകുതിയായിരിക്കും സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്നത്. സെൻറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിൻ്റെ നേരെ പകുതിയായിരിക്കും സർക്കിളുമായിട്ട് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ 52 എന്ന് പറഞ്ഞുള്ള ആംഗിൾ കിട്ടി. ഇനി ഈസിയാണ്. ഇനിയിപ്പോൾ ആക്ച്വലി നമുക്ക് വേണ്ടത് ആ PTQ എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഒരാംഗിൾ 90 ആണ്, മറ്റേ ആംഗിൾ 52 ആണ്. ദെൻ ഇത് അടുത്ത ആംഗിൾ കൂടി കൂട്ടി കഴിയുമ്പോൾ 90 കിട്ടണമെങ്കിൽ മറ്റേ ആംഗിൾ 38 ആയിരിക്കണം. സോ 38 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.